നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് റെഗുലർ ഗ്രാഫ്, കംപ്ലീറ്റ് ഗ്രാഫ്, ഡൈഗ്രാഫ്, ഇൻ ഡിഗ്രി, ഔട്ട് ഡിഗ്രി, മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഗ്രാഫ് ആൻഡ് ടു തിയറംസ്, തിയറം 1 ആൻഡ് തിയറം 2. ഫസ്റ്റ് വി കം അക്രോസ് റെഗുലർ ഗ്രാഫ്. എന്താണ് റെഗുലർ ഗ്രാഫ് എന്ന് പറയുന്നത്? ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുക. എ എന്ന് പറയുന്ന ഒരു ഗ്രാഫ്. ഈ ഗ്രാഫിനെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, ഒരു ഗ്രാഫിനകത്തുള്ള വെർട്ടെക്സുകളുടെ ഡിഗ്രി എന്താണെന്നുള്ളതിനെ പറ്റി ഇതിൻ്റെ എക്സ്പ്രഷനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാഫ്, ഏതൊരു ഗ്രാഫിനെ സംബന്ധിച്ച് ഈ ഗ്രാഫിൻ്റെ ഓർഡർ എത്രയാണ്? 3 ആണ്. കാരണം 3 വെർട്ടിക്സ് ഉണ്ട് ഈ ഗ്രാഫിന്. ഓർഡർ ഓഫ് ദ ഗ്രാഫ് ഈസ് 3. ഈ ഓരോ വെർട്ടെക്സുകളുടെയും ഡിഗ്രി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിഗ്രി ഓഫ് V1, ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വെർട്ടെക്സിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന എഡ്ജുകളുടെ എണ്ണം. ഈ V1 എന്ന് പറഞ്ഞ വെർട്ടെക്സിനെ സംബന്ധിച്ച് ആ വെർട്ടെക്സിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന എത്ര എഡ്ജുകളുണ്ട്? 2 എഡ്ജുകളുണ്ട്. E1 ആൻഡ് E2. E1 E2 എന്ന 2 എഡ്ജുകൾ V1ലേക്ക് ഇൻസിഡന്റ് ചെയ്തുകൊണ്ട് തന്നെ ഡിഗ്രി ഓഫ് V1 ഈസ് 2. Again, V2 എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി, വെർട്ടെക്സിലേക്കും 2 എഡ്ജുകൾ E1ഉം E3ഉം ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്. Therefore, degree of the vertex V2 is again 2. Like that, degree of the vertex V3 is also 2. അപ്പോൾ A എന്ന് പറയുന്ന ഗ്രാഫിന്റെ പ്രത്യേകത, ഈ ഗ്രാഫിനെ സംബന്ധിച്ച് എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി എന്താണ്? 2 ആണ്. അഥവാ എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി ഈക്വൽ ആണ്. ഇങ്ങനെ വരുന്ന ഗ്രാഫ്, അതായത് ഒരു ഗ്രാഫിനെ സംബന്ധിച്ച് ആ ഗ്രാഫിന്റെ എല്ലാ വെർട്ടെക്സ്, എത്ര വെർട്ടെക്സുകളുണ്ടോ ആ എല്ലാ വെർട്ടെക്സുകളിലെയും ഡിഗ്രി സെയിം ആണെങ്കിൽ ആ ടൈപ്പ് ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്നത് റെഗുലർ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് എ റെഗുലർ ഗ്രാഫ് ഈസ് എ സിമ്പിൾ ഗ്രാഫ് in which the degree of all the vertices are equal. അതായത് റെഗുലർ ഗ്രാഫ് ആകുമ്പോൾ ഒരു പ്രത്യേകതകളുണ്ട്. എപ്പോഴും റെഗുലർ ഗ്രാഫ് എന്തായിരിക്കണം? സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം. അതായത് ലൂപ്പോ പാരലൽ എഡ്ജസിന്റെ പ്രസൻസ് ഉണ്ടാവാൻ പാടില്ല. ഒരു സിമ്പിൾ ഗ്രാഫിനെയാണ് നമ്മൾ എപ്പോഴും എന്താ കണക്ക് കൂടുന്നത്? റെഗുലർ ഗ്രാഫായിട്ട് കണക്ക് കൂടുന്നത്. അപ്പോൾ എപ്പോഴാണ് ഒരു സിമ്പിൾ ഗ്രാഫിന്റെ വെർട്ടെക്സുകളുടെ എല്ലാം ഡിഗ്രി സെയിം ആകുന്നത് ആ ടൈപ്പ് സിമ്പിൾ ഗ്രാഫാണ് എന്ത് വിളിക്കുന്നത്? റെഗുലർ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഇത് തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന ഗ്രാഫ് എന്തിന്റെ എക്സാമ്പിൾ ആണ്? റെഗുലർ ഗ്രാഫിന്റെ എക്സാമ്പിൾ ആണ്. ഈ ഒരു ഗ്രാഫ് നോക്കി. ഈ ബി എന്ന് പറയുന്ന ഗ്രാഫിനെ സംബന്ധിച്ച് ഇതിനകത്ത് ബി എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഓർഡർ എത്രയാണ്? 5 ആണ്. സിൻസ് ഇറ്റ് ഹാസ് 5 വെർട്ടിസസ്, V1, V2, V3, V4 ആൻഡ് V5. 5 വെർട്ടെക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഗ്രാഫിന്റെ ഡിഗ്രി ഓർഡർ 5 ആണ്. ഓൾസോ എഡ്ജുകളുടെ എണ്ണം E1, E2, E3 ആൻഡ് E4. സൈസ് ഓഫ് ദ ഗ്രാഫ് ഈസ് 4. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിനെ സംബന്ധിച്ച് ഈ ഗ്രാഫിന്റെ ഓരോ വെർട്ടെക്സുകളുടെ ഡിഗ്രി നമുക്കൊന്ന് എഴുതാം. V1ന്റെ ഡിഗ്രി, V1ലേക്ക് എത്ര എഡ്ജസ് ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ട്? E1ഉം E2. Therefore, degree of V1 is 2. Degree of the vertex V2 is 2. Degree of the vertex V3 is എത്ര? V3 എന്ന് പറഞ്ഞ വെർട്ടെക്സിലേക്ക് എത്ര എഡ്ജസ് ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ട്? E3 എന്ന എഡ്ജ് മാത്രം ഇൻസിഡന്റ്. Therefore, degree of the vertex V3 is 1. Again, degree of the vertex V4 is again 2. Since there are two edges E1 and E4 incident on V4. Again, degree of the vertex V5 is again 1. അപ്പോൾ ഈ ബി എന്ന ഗ്രാഫിനെ സംബന്ധിച്ച് ഈ ഗ്രാഫിനകത്തുള്ള വെർട്ടെക്സുകളുടെ ഡിഗ്രി എന്താണ്? ഡിഫറെൻ്റ് ആണ് അല്ലേ? ചില വെർട്ടെക്സുകൾക്ക് ഡിഗ്രി 2 ആണ്, ചില വെർട്ടെക്സുകൾ ഡിഗ്രി 1 ഉണ്ട്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഡിഗ്രി അല്ല എന്തിനുള്ളത്? എല്ലാ വെർട്ടെക്സുകൾക്കും ഉള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് എ കൗണ്ടർ എക്സാമ്പിൾ ഫോർ എ റെഗുലർ ഗ്രാഫ്. റെഗുലർ ഗ്രാഫ് അല്ലാത്തതിനെ കൗണ്ടർ എക്സാമ്പിൾ മീൻസ് എക്സാമ്പിൾ അല്ല, നമുക്ക് തന്നിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ആ പോയിന്റ് എക്സാമ്പിൾ അല്ലാത്തതാണ് വിളിക്കുന്നത് കൗണ്ടർ എക്സാമ്പിൾ വിളിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഗ്രാഫ് എന്താണ്? റെഗുലർ ഗ്രാഫിനൊരു കൗണ്ടർ എക്സാമ്പിൾ ആണ്. ഇനി റെഗുലർ ഗ്രാഫിന്റെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. റെഗുലർ ഗ്രാഫിന്റെ എക്സാമ്പിൾസും കൗണ്ടർ എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു. ഇനി വരുന്നൊരു ടേമാണ് എൻ റെഗുലർ ഗ്രാഫ്. ഈ തന്നിരിക്കുന്ന ഗ്രാഫ് നോക്കുക. ഈ തന്നിരിക്കുന്ന ഗ്രാഫ് തിരയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്രാഫാണ്. ഈ ഗ്രാഫിനോട് പേര് പറയും K33. ഈ ഗ്രാഫിനെ സംബന്ധിച്ച് ഈ ഗ്രാഫ് വരയ്ക്കുന്നതിന് പ്രത്യേകതയുണ്ട്. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 K33 എന്ന് പറഞ്ഞാൽ ആദ്യം 3 വെർട്ടെക്സ് മുകളിൽ, അതിന് പാരലായിട്ട് 3 വെർട്ടെക്സ് താഴെ. ആ ഒരു ഓർഡർ തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്? ഈ വെർട്ടെക്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യത്തെ 3 വെർട്ടെക്സുകൾ മുകളിലും അതിന് പാരലായിട്ട് 3 വെർട്ടെക്സുകൾ താഴെ നമ്മൾ വരച്ചു. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ മുകളിലുള്ള 3 വെർട്ടെക്സുകളിൽ നിന്ന്
താഴെയുള്ള 3 വെർട്ടെക്സുകളിലേക്ക് എന്ത് വരയ്ക്കും നമ്മൾ എഡ്ജസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ V1ലേക്ക് V1 മുകളിലത്തെ വെർട്ടെക്സിന് V1 V2 V3 എന്ന് പേര് കൊടുത്താൽ താഴത്തെ വെർട്ടെക്സുകൾക്ക് W1 W2 W3 ഞാൻ പേര് കൊടുത്താൽ ഈ V1ൽ നിന്ന് W1 W2 W3 3 വെർട്ടെക്സുകളിലേക്ക് എന്ത് വരച്ചു എഡ്ജസ് വരച്ചു. V2ൽ നിന്ന് W1 W2 W3 3 വെർട്ടെക്സ് എഡ്ജസ് വരച്ചു. സിമിലർലി V3ൽ ഞാൻ എന്ത് വരച്ചു എഡ്ജസ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഒരു ഗ്രാഫിനാണ് ഞാൻ എന്ത് പേര് കൊടുക്കുന്നത് K33 എന്ന് പേര് കൊടുത്തത്. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഗ്രാഫിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഗ്രാഫാണ് K33 എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻ വളരെയധികം ഉള്ള ഒരു ഗ്രാഫാണിത്. സോ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. സോ ഈ ഗ്രാഫിനെ സംബന്ധിച്ച് ഇവിടെ എത്ര വെർട്ടെക്സ് ഉണ്ട്? ആ ടോട്ടൽ 3 + 3 6 വേർട്സസ് ഉണ്ട്. ഈ ഓരോ വെർട്ടെക്സിനെ എടുത്തു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ദ വെർട്ടെക്സ് V1 എത്ര ഇവിടെ 1 2 3. സിമിലർലി ഡിഗ്രി ഓഫ് വെർട്ടെക്സ് V2 = 3. Degree of vertex V3 = 3. Similar degree of vertex W1 = 3. Degree of vertex W2 = 3. And degree of W3 = 3. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് K33 എന്ന് പറയുന്ന ഗ്രാഫിൽ എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി എത്ര തന്നെയാണ്? 3 തന്നെയാണ്. Therefore ഈ K33 എന്ന ഗ്രാഫ് ഏത് ഗ്രാഫിന്റെ എക്സാമ്പിൾ ആണ്? ഒരു റെഗുലർ ഗ്രാഫിന്റെ എക്സാമ്പിൾ ആണ്. സോ റെഗുലർ ഗ്രാഫിന്റെ രണ്ട് എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ കൗണ്ടേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ എക്സാമ്പിൾ നോട്ട് വെച്ചേക്കുക. K33 എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ കൺസ്ട്രക്ഷൻ ചിലപ്പോൾ 1 വേർഡ് ആയിട്ട് അങ്ങനെ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് N റെഗുലർ ഗ്രാഫ്. ഈ റെഗുലർ ഗ്രാഫിനകത്ത് ഇതിന് കുറച്ച് സബ്സെക്ഷൻ ആണ് N റെഗുലർ ഗ്രാഫ്. N റെഗുലർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ റെഗുലർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്രാഫിനകത്തെ എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി ഈക്വൽ ആവുകയാണെങ്കിൽ ആ തരത്തിലുള്ള ഗ്രാഫിനെ എന്ത് വിളിക്കുന്നത്? റെഗുലർ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഇനി അങ്ങനെയുള്ള റെഗുലർ ഗ്രാഫുകളിൽ എല്ലാ വെർട്ടെക്സുകളുടെ ഡിഗ്രി ഈക്വൽ ആയാൽ മാത്രം പോരാ, അത് എത്ര കൂടെ ആണെങ്കിൽ എന്ന് പറഞ്ഞ സ്പെസിഫിക് നമ്പറും കൂടെ ആണെങ്കിൽ ഏത് നമ്പർ? അപ്പോൾ 3 റെഗുലർ ഗ്രാഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ഗ്രാഫിന്റെ പ്രത്യേകത എന്തായിരിക്കും? ആ ഗ്രാഫിനെ സംബന്ധിച്ച് ആ ഗ്രാഫിന്റെ എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കൂടാതെ എത്ര തന്നെ ആയിരിക്കും? 3 തന്നെ ആയിരിക്കും. ആ രീതിയിൽ വരുന്ന ഗ്രാഫുകൾ സിമ്പിൾ ഗ്രാഫ് റെഗുലർ ഗ്രാഫിന് വിളിക്കുന്ന പേരാണ് എന്ത്? 3 റെഗുലർ ഗ്രാഫിന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ വരച്ച ആ എക്സാമ്പിൾ K33 എന്ന് പറയുന്ന എക്സാമ്പിൾ, ആ എക്സാമ്പിളിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആ എക്സാമ്പിളിനെ സംബന്ധിച്ച് അവിടെ ടോട്ടൽ 6 വേർട്ടിസസ്, ഓരോ വെർട്ടെക്സുകളുടെയും ഡിഗ്രി എന്തായിരുന്നു? സെയിം ആയിരുന്നു. ആ സെയിം ആയതുകൂടെ എത്ര തന്നെ ആയിരുന്നു? അത് 3 തന്നെ ആയിരുന്നു അല്ലെ? എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി എത്ര തന്നെ ആയിരുന്നു? 3 തന്നെ ആയിരുന്നു. അപ്പോൾ ആ ഈക്വൽ ആയ നമ്പർ ആ റെഗുലർ ഗ്രാഫിൽ വെർട്ടെക്സുകളുടെ ഡിഗ്രി സെയിം ആയ ആ നമ്പർ എത്രയാണെങ്കിൽ N ആണെങ്കിൽ ഏതാണോ നമ്പർ അതിനെ നമ്മൾ എന്ത് വിളിക്കാം? അത്ര ആ N റെഗുലർ ഗ്രാഫ് എന്ന് വിളിക്കാം. അപ്പൊ ഈ K33 എന്ന് പറയുന്ന ഈ തന്നിരിക്കുന്ന ഗ്രാഫിനെ സംബന്ധിച്ച് ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ K33 എന്ന ഗ്രാഫിൽ ഈ ഗ്രാഫിന്റെ ഓരോ ഇതൊരു റെഗുലർ ഗ്രാഫാണ്. സിമ്പിൾ ഗ്രാഫ് അല്ലേ? എന്തില്ല? ലൂപ്പ് പാരലലിസം ഒന്നും ഇല്ല. ഒരു സിമ്പിൾ ഗ്രാഫ് ആണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ ഗ്രാഫ് വിത്ത് ഓൾ വെർട്ടിസസ് ഹാവ് ഈക്വൽ ഡിഗ്രി. റെഗുലർ ഗ്രാഫ് ആണ്. ആ റെഗുലർ ഗ്രാഫ് എന്തും കൂടാണ് എല്ലാ വെർട്ടിസിനും ഡിഗ്രി എത്ര തന്നെയാണ്? 3 ആണ്. Therefore K33 is an example for 3 regular graph. ഇത്രയുള്ള N റെഗുലർ ഗ്രാഫ് അങ്ങനെ പറഞ്ഞതിന്റെ ഒരു സപ്പാർട്ടായിട്ട് റെഗുലർ ഗ്രാഫിനകത്ത് ഡിഗ്രി ഓഫ് ദ വെർട്ടെക്സ് ഈക്വൽ ആവണമെന്നേ ഉള്ളൂ. ആ ഈക്വൽ ആകുന്ന നമ്പർ എത്രയാണോ ആ നമ്പറിന്റെ ചേർത്താണ് നമ്മൾ ആ റെഗുലർ ഗ്രാഫിന് പേര് കൊടുക്കുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? N റെഗുലർ ഗ്രാഫ്. Therefore K33 is an example for 3 regular graph. Similarly നമ്മൾ ആദ്യം വരച്ച എക്സാമ്പിൾ V1 V2 V3 ഗ്രാഫിനെ സംബന്ധിച്ച് എഡ്ജസ് മാർക്ക് ചെയ്യണം കേട്ടോ. എഡ്ജസ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ആ നമ്പേഴ്സ് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതാണ്. കാരണം ഡിഗ്രിയും വെർട്ടിസസും കൊണ്ടാണ് വെർട്ടെക്സുകളും ഡിഗ്രികളും അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്ക്. അതുകൊണ്ടാണ് ഞാൻ എന്ത് മാർക്ക് ചെയ്യാനിത്? എഡ്ജസ് ഞാൻ മാർക്ക് ചെയ്യാനിത്. നമ്മൾ സാധാരണ ഗ്രാഫിലേക്കും എന്ത് മാർക്ക് ചെയ്യണം? എഡ്ജ് നമ്മൾ മാർക്ക് ചെയ്യണം. സോ ഈ ഒരു ഗ്രാഫിനെ സംബന്ധിച്ച് എന്താണ്? ഒരു സിമ്പിൾ ഗ്രാഫാണ്. സിമ്പിൾ ഗ്രാഫ് വിത്ത് ഓൾ വെർട്ടിസസ് ഹാവ് സെയിം ഡിഗ്രി ആണ്. Therefore it is a റെഗുലർ ഗ്രാഫാണ്. ആ സെയിം ആയിട്ടുള്ള ഡിഗ്രി എത്രയാണ്? 2 ആണ് അല്ലേ? Therefore ഇതൊരു സിമ്പിൾ ഗ്രാഫിൽ റെഗുലർ ഗ്രാഫിന് അപ്പുറത്തേക്ക് നമുക്ക് എന്ത് പറയാം? സെയിം ആയിട്ടുള്ള ഡിഗ്രി 2 ആയതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ 2 റെഗുലർ
ഗ്രാഫ്. എത്രയാണോ ആ ഗ്രാഫ് ആ വെർട്ടെക്സുകളുടെ ഈക്വൽ ഡിഗ്രി, ആ ഈക്വൽ ആയിരുന്ന നമ്പർ എത്രയാണോ ആ നമ്പറിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന റെഗുലർ ഗ്രാഫായിട്ട് പേര് കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും? n റെഗുലർ ഗ്രാഫ് അഥവാ ഇപ്പൊ ഈ കേസിലാണെങ്കിൽ എന്ത് വരും? 2 റെഗുലർ ഗ്രാഫ് എന്ന് പറയാം. സോ ദാറ്റ്സ് ദ കേസ് ഓഫ് റെഗുലർ ഗ്രാഫ്. കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാഫിനെ സാറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് KN ആണ്. KN ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത് കംപ്ലീറ്റ് ഗ്രാഫ് കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി കംപ്ലീറ്റ് ഗ്രാഫ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ഗ്രാഫ് ഇസ് ആക്ച്വലി എ സിമ്പിൾ ഗ്രാഫ്. ലൂപ്പോ പാരലൽ എഡ്ജസോ ഇല്ലാത്തൊരു ഗ്രാഫാണ്. ഇല്ലാത്തൊരു ഗ്രാഫ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ? കംപ്ലീറ്റ് ഗ്രാഫായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. കംപ്ലീറ്റ് ഗ്രാഫിന്റെ പ്രത്യേകത അതൊരു സിമ്പിൾ ഗ്രാഫ് ആയിരിക്കും. ആ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി സെയിം ആയിരിക്കും. ഓൾസോ ആ സെയിം ആയിട്ടുള്ള നമ്പർ n-1 ആയിരിക്കും. ദാറ്റ് ഈസ് ഉദ്ദേശിക്കുന്നത് KN എന്ന് പറയുന്ന കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ ഇവിടെ n കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് വെർട്ടിസസ് ആണ്. അഥവാ നമ്പർ ഓഫ് വെർട്ടിസസ് എന്ന് എഴുതാം ഓർഡർ ഓഫ് ദ ഗ്രാഫ് എന്ന് എഴുതാം. ഓർഡർ ഓഫ് ഗ്രാഫ്. അപ്പോൾ KN എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഗ്രാഫ് ഓഫ് ഓർഡർ n. That is complete graph with the number of vertices as n. n വെർട്ടെക്സുകളുള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫിനെ എന്തുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? KN കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ KN എന്ന് പറയുന്ന കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അർത്ഥമാക്കുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് എ സിമ്പിൾ ഗ്രാഫ് in which the degree of all vertices are equal and the degree is equal to n-1. അതായത് ഒരു സിമ്പിൾ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സുകളുടെ ഡിഗ്രി ഈക്വൽ ആവുകയും ആ ഈക്വൽ ആയിട്ട് വരുന്ന ഡിഗ്രി എത്ര ആവുകയും ചെയ്താൽ n-1 ആ ഓർഡറിനേക്കാൾ ഒന്ന് കുറഞ്ഞ രീതിയിൽ എല്ലാ വെർട്ടെക്സുകളുടെ ഡിഗ്രിയും വരികയും ചെയ്തു കഴിഞ്ഞാൽ ആ ടൈപ്പ് ഗ്രാഫിനെ നമ്മൾ എന്ന് വിളിക്കുന്നത് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഗ്രാഫ് V1 എന്ന് പറയുന്ന വെർട്ടെക്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഗ്രാഫിൽ കൺസിഡർ ചെയ്യുക. ഈ ഗ്രാഫിന് ജസ്റ്റ് ഒരു പേര് കൊടുക്കുന്നു G. ഈ ഗ്രാഫ് ഈ വെർട്ടെക്സ് ഒരൊറ്റ വെർട്ടെക്സ് മാത്രമുള്ള ഒരു ഗ്രാഫ്. ഒരേ ഒരു വെർട്ടെക്സ് മാത്രമല്ല, എന്തിന്റെ പ്രസൻസ് ഇല്ല, എഡ്ജിന്റെ പ്രസൻസ് ഇല്ല. ഈ ഗ്രാഫ് നമുക്ക് എന്ത് വിളിക്കുക? ഒരു നൾ ഗ്രാഫ് എന്ന് വിളിക്കും. വെർട്ടെക്സുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗ്രാഫ്. എഡ്ജിന്റെ സെറ്റുകൾ എന്തായിരിക്കും? 5 ആയിരിക്കും. ഈ ഒരു G എന്ന് പറയുന്ന ഈ ഗ്രാഫിനെ സംബന്ധിച്ചത് നൾ ഗ്രാഫാണ്. ഈ നൾ ഗ്രാഫിനകത്ത് എത്ര വെർട്ടെക്സുകളുണ്ട്? ഒരൊറ്റ വെർട്ടെക്സേ ഉള്ളൂ. ഓർഡർ ഓഫ് ദ ഗ്രാഫ് അഥവാ n എത്രയാണ് ഇവിടെ? 1 അല്ലേ? ഇത് നോക്കി, ഈ ഒരേ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി എത്രയാണ്? ഡിഗ്രി ഓഫ് ദ വെർട്ടെക്സ് V1 ഇസ് ഈക്വൽ ടു എത്രയാണ്? ഈ വെർട്ടെക്സ് മാത്രമല്ല ഗ്രാഫിനകത്തുള്ള നൾ ഗ്രാഫ് അല്ലേ, എഡ്ജുകൾ ഒന്നും അതിനകത്ത് ഇൻസിഡന്റ് ചെയ്യുന്നില്ലല്ലോ. therefore ഡിഗ്രി ഓഫ് ദ വെർട്ടെക്സ് V1 എന്താണ്? 0 ആണ് അല്ലേ? ഡിഗ്രി 0 വരുന്ന വെർട്ടെക്സ് എന്താ വിളിക്കുന്നത് എന്നല്ല പറഞ്ഞത്? ഐസോലേറ്റഡ് വെർട്ടെക്സ്. therefore V1 എന്ന് പറയുന്നത് എന്താണ്? ഐസോലേറ്റഡ് വെർട്ടെക്സ് ആണ്. ഇവിടെ നോക്കി, n എന്ന് പറയുന്ന ഈ ഗ്രാഫിനെ G എന്ന് പറയുന്ന ഈ ഗ്രാഫിനെ സംബന്ധിച്ച് അവിടുത്തെ നമ്പർ ഓഫ് വെർട്ടിസസിന്റെ എണ്ണം 1 ആണ്. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി എത്രയാണ്? 0. 0 can be written as 1 - 1. That is equal to ഈ 1 വരെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? ഈ n എന്ന് കൊടുക്കാം. That is n-1 അല്ലേ? നമുക്ക് മനസ്സിലായത് ഈ G എന്ന് പറയുന്ന ഗ്രാഫിനെ സംബന്ധിച്ച് ഈ ഗ്രാഫ് ഒരു സിമ്പിൾ ഗ്രാഫാണ്. ലൂപ്പോ പാരലൽ എഡ്ജസ് ഇല്ലാത്തൊരു ഗ്രാഫാണ്. ഈ ഗ്രാഫിനകത്തുള്ള ഒരേ ഒരു വെർട്ടെക്സ് ഉണ്ട്. ആ വെർട്ടെക്സിന്റെ ഡിഗ്രി എത്രയാണ്? n-1 തന്നെയാണ്. therefore this is an example for a complete graph with only one vertex. അതായത് ഒരേ ഒരു വെർട്ടെക്സ് മാത്രമുള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഐസോലേറ്റഡ് വെർട്ടെക്സ് ആയ V1 എന്ന് പറയുന്നത്. and it can be represented as K1. K1 ഉദ്ദേശിക്കുന്നത് എന്താ? എ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 1 വെർട്ടെക്സ്. ഒരേ ഒരു വെർട്ടെക്സ് മാത്രമുള്ള കംപ്ലീറ്റ് ഗ്രാഫ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഒരേ ഒരു വെർട്ടെക്സ് മാത്രം വരച്ചതിനെ V1 എന്ന് പേര്. നെക്സ്റ്റ് നമ്മൾ രണ്ട് വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് എടുക്കുന്നു. V1 and V2 ഇവയെ തമ്മിൽ ഞാൻ ഒരു എഡ്ജ് കൊണ്ട് ജോയിൻ ചെയ്യുന്നു E1. ഈ ഒരു ഗ്രാഫിനെ സംബന്ധിച്ച് ഈ ഗ്രാഫിനകത്ത് നമ്പർ ഓഫ് വെർട്ടെക്സുകളുടെ എണ്ണം n എത്രയാണ്? n is equal to 2 അല്ലേ? ഡിഗ്രി ഓഫ് ഈച്ച് വെർട്ടെക്സ് ഫസ്റ്റ് രണ്ട് വെർട്ടെക്സ് ഉണ്ട്. ഏതൊക്കെയാ? V1 ഉം V2. ഫസ്റ്റ് വെർട്ടെക്സ് ആയ V1 ഡിഗ്രി ഓഫ് is equal to V1 ലേക്ക് ഇൻസെൻഡ് ചെയ്ത എഡ്ജസ് എത്ര ഉണ്ട്? ഒരെണ്ണം. അപ്പോൾ ഡിഗ്രി ഓഫ് V1 is equal to 1. again degree of V2 is equal to 1 അല്ലേ? അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 is equal to 2 minus 1 അല്ലേ? ഈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ n എന്ന് പറയുന്ന നമ്പറാണ്. therefore it can be written as n minus 1 അല്ലേ? അതായത് ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താ? ഈ ഗ്രാഫിനെ സംബന്ധിച്ച് ഈ ഗ്രാഫിനകത്ത് രണ്ട് വെർട്ടെക്സുകളാണുള്ളത്. ഈ രണ്ട് വെർട്ടെക്സുകളാണുള്ളത്. ഒരു സിമ്പിൾ ഗ്രാഫാണ്.
എന്തില്ല ലൂപ്പോ പാരലലിസോ ഇല്ലാത്തൊരു ഗ്രാഫാണ് വിത്ത് 2 വെർട്ടിസസ്. ഈ 2 വെർട്ടെക്സുകളുടെ ഡിഗ്രി എത്ര തന്നെയാണ്? സെയിം ആണ് അല്ലേ? അഗൈൻ 1 and 1. സോ സെയിം ഡിഗ്രി ഉള്ള 2 വെർട്ടെക്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ആ വെർട്ടെക്സുകളുടെ ഡിഗ്രി എന്തിനോട് ഈക്വൽ ആണ്? n-1 എന്ന് പറയുന്ന ഡിഗ്രിയിൽ നിന്ന് 1 കുറയ്ക്കുന്ന സംഖ്യയോട് ഈക്വൽ ആണ്. Therefore we can say that the given diagram, the given graph is a simple graph with the degree of all vertices are equal and the number is equal to n-1. ഈ ഗ്രാഫിനെ സംബന്ധിച്ച് ഈ ഗ്രാഫിനകത്ത് ഉള്ള എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി സെയിമും ആണ്. ആ സെയിം ആയിട്ടുള്ള നമ്പർ എത്രയാണ്? n-1 ഈക്വൽ ആണ്. Therefore this is an example for a complete graph with the 2 vertices. K2 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗ്രാഫിന്റെ 2 വെർട്ടെക്സുകളുടെ എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. സോ K1 നമ്മൾ കണ്ടു, K2 നമ്മൾ കണ്ടു. നെക്സ്റ്റ് വൺ ഈസ് K3. എങ്ങനെയായിരിക്കും? K3 എന്ന് പറഞ്ഞാൽ എന്താ? K3 എന്ന് പറഞ്ഞാൽ 3 വെർട്ടെക്സുകളുടെ ഒരു കംപ്ലീറ്റ് ഗ്രാഫ്. Therefore 3 വെർട്ടെക്സുകൾ ഉണ്ടാവും. V1, V2, V3 അല്ലേ? ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫ് ആകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 3 വെർട്ടെക്സുകൾ പഠിച്ചു. ഈ 3 വെർട്ടെക്സുകളുടെയും എന്താ ഡിഗ്രി ഈക്വൽ ആയിരിക്കണം. എന്തിനോട് ഈക്വൽ ആയിരിക്കണം? 3 - 1 ആയ 2 എന്ന് പറയുന്ന നമ്പറിനോട് ഈക്വൽ ആയിരിക്കണം. Therefore ഈ ഓരോ വെർട്ടെക്സുകളുടെയും ഡിഗ്രി എത്ര ആയിരിക്കണം? 2 ആയിരിക്കണം. അത് നമുക്ക് എങ്ങനെ വരയ്ക്കാം? V1 എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി 2 ആണെന്നുണ്ടെങ്കിൽ V2ലേക്ക് ഒരു എഡ്ജ് പോകണം, V1ലേക്ക് ഒരു എഡ്ജ് പോകണം. നെക്സ്റ്റ് V2ന്റെ ഡിഗ്രി 2 ആണെന്നുണ്ടെങ്കിൽ V1ലേക്ക് ഒരു എഡ്ജ് പോകണം, V3ലേക്ക് ഒരു എഡ്ജ് പോകണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് V3 എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി എത്രയായി? 2 ആയിട്ട് മാറി. Therefore ഈ വരച്ചിരിക്കുന്നതാണ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 3 വെർട്ടിസസ്. ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ സിമ്പിൾ ഗ്രാഫ്. ഒരു സിമ്പിൾ ഗ്രാഫാണ്. ലൂപ്പോ പാരലലിസോ ഇല്ല. Therefore സിമ്പിൾ ഗ്രാഫ് വിത്ത് സിമ്പിൾ ഗ്രാഫ് എന്തുകൊണ്ടാണ്? റെഗുലർ ഗ്രാഫാണ്. കാര്യം എന്താ? ഈ എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി എന്താണ്? സെയിം ആണ്. ആ സെയിം ആയിട്ടുള്ള ഡിഗ്രി എത്രനോട് ഈക്വൽ ആണ്? n-1, that is 3 - 1, 2നോട് ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ സിമ്പിൾ ഗ്രാഫ് അല്ലെങ്കിൽ റെഗുലർ ഗ്രാഫ് എന്ത് തന്നെയാണ്? ഒരു കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 3 വെർട്ടിസസ് ആണ്. that is K3. അങ്ങനെയാണെങ്കിൽ K4 നമുക്ക് എങ്ങനെ വരയ്ക്കാം? K4 എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 4 വെർട്ടിസസ്. 4 വെർട്ടെക്സുകളുണ്ട്. V1, V2, V3, V4 അല്ലേ? 4 വെർട്ടെക്സുകളുണ്ട്. So K4 എന്ന് പറയുന്ന ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. K4 എന്ന ഗ്രാഫ് എന്താ? ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 4 വെർട്ടിസസ്. അപ്പോൾ എത്ര വെർട്ടെക്സുകൾ വേണം? 4 വെർട്ടെക്സുകൾ വേണം. V1, V2, V3 ആൻഡ് V4. ഇനി ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരു സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം. ആ ഗ്രാഫിനകത്തുള്ള ഓരോ വെർട്ടെക്സുകളുടെ ഡിഗ്രി സെയിം ആയിരിക്കണം. ആ സെയിം നമ്പർ എത്ര ആയിരിക്കണം? n-1. that is 4 - 1 is equal to 3. ഓരോ ഗ്രാഫുകളുടെയും ഓരോ വെർട്ടെക്സുകളുടെയും ഡിഗ്രി എത്ര ആയിരിക്കണം? 3 ആകുന്ന രീതിയിൽ വരണം. അപ്പോൾ ഫസ്റ്റ് വെർട്ടെക്സിന് 3 ഡിഗ്രി വരണമെങ്കിൽ 1, 2 ലൂപ്പ് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു V1ലേക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. പിന്നീട് ഒരു ഓപ്ഷൻ എന്താണ്? V1 to V3. അഗൈൻ V2 എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഡിഗ്രി 3 ആണെങ്കിൽ എന്താ വേണം? ഓൾറെഡി ഇവിടെ എഡ്ജ് ഉണ്ട്. 1, 2 എന്ത് വേണം? തേർഡ് ഡിഗ്രി വരണമെങ്കിൽ തേർഡ് എഡ്ജ് എങ്ങനെ വരണം? V4ലേക്ക് വേണം. എഡ്ജ് നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കും അല്ലേ? നെക്സ്റ്റ് V3ക്ക് ഓൾറെഡി ഇപ്പോൾ എത്ര എഡ്ജസ് ഉണ്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ളത്? 1, 2 ആൻഡ് തേർഡ് വൺ. ഓട്ടോമാറ്റിക്കായിട്ട് V4 എത്ര എഡ്ജുകൾ വന്നു? 1, 2, 3. Therefore, in this graph, degree of V1, this is a simple graph, degree of V1 is equal to 3, V2 is equal to 3, degree of V3 is equal to 3 and degree of V4 is equal to 3. Therefore, ഈ ഒരു ഗ്രാഫിനെ സംബന്ധിച്ച് ഈ ഗ്രാഫിനകത്ത് ഇതിന് 4 വെർട്ടെക്സുള്ള സിമ്പിൾ ഗ്രാഫാണ്. and degree of each vertex is equal to 3 is equal to n-1. Therefore, ഈ ഗ്രാഫാണ് ഇതായിട്ട് എഴുതുന്നത്. This is a complete graph of 4 vertices നമ്മൾ പറയുന്നത്. So, regular graph എന്ന് പറഞ്ഞു, complete graph എന്ന് പറഞ്ഞു. Next one is diagram. പേര് കൊണ്ടത് തന്നെ ഗ്രാഫ് എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ ഫ്രണ്ട് ചെയ്യുന്നല്ലോ. ഡൈ എന്നൊരു ടേം ഒരു 2 ആൽഫബറ്റ്സ് വന്നേ ഉള്ളൂ. ആ ഡൈ എന്ന ആൽഫബറ്റ്സ് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റഡ് എന്ന് പറയുന്ന ടേമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡയഗ്രാം മീൻസ് ഡയറക്റ്റഡ് ഗ്രാഫ്.
ഇത്രയും നേരം നമ്മൾ വരച്ച ഗ്രാഫിനെല്ലാം പ്രത്യേകത എന്ത് മാത്രമാണല്ലോ വെർട്ടെക്സുകളും സിംപ്ലി കുറെ വെർട്ടെക്സുകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? എഡ്ജസ് ഉണ്ടായിരുന്നു. എഡ്ജസിന്റെ പ്രത്യേകത എന്താണ്? എഡ്ജസിന്റെ സ്ലൈഡ് സെഗ്മെന്റ്സ് മാത്രമായിരുന്നു. അതായത് വെറുതെ ഒരു ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും ഉള്ളൊരു ലൈൻ സെഗ്മെന്റ് അല്ലേ. അപ്പോൾ ഇതാണ് എന്താണ് നമ്മൾ എടുത്തത്? ഒരു എഡ്ജായിട്ടുള്ള ഒരു ഗ്രാഫ്, സിമ്പിൾ ഗ്രാഫിനകത്ത് അല്ലെങ്കിൽ ഒരു ഗ്രാഫിനകത്ത് എഡ്ജായിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഇങ്ങനെ ഒരു ലൈൻ സെഗ്മെന്റ് മാത്രമാണ്. ഡയറക്റ്റ് ഗ്രാഫിന്റെ പ്രത്യേകത ഈ ഓരോ എഡ്ജുകളും ലൈൻ സെഗ്മെന്റ് അല്ലാതെ സമയം എന്തായിട്ട് മാറും? ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ്സ് റേസ് ആയിട്ട് മാറും. ഈ ഓരോ എഡ്ജുകൾക്കും എന്തുണ്ടാവും? ഒരു ഡയറക്ഷൻ ഉണ്ടാവില്ല. ഡയറക്ഷനിൽ പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ ആ എഡ്ജ് മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ സെഗ്മെന്റ് നമ്മൾ എഡ്ജായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇനിഷ്യൽ വെർട്ടെക്സ് ആയിട്ട് V1 എടുക്കാം, അല്ലെങ്കിൽ V2 എടുക്കാം. ഒന്നെങ്കിൽ ഇത് V1 നിന്ന് V2ലേക്ക് പോകുന്ന ഒരു എഡ്ജായിട്ട് എടുക്കാം, അല്ലെങ്കിൽ തിരിച്ച് V2 നിന്ന് V1ലേക്ക് ഒരു എഡ്ജായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതേസമയം ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു ഗ്രാഫ് ആണെങ്കിൽ രണ്ട് വെർട്ടെക്സുള്ള V1 V2 രണ്ട് വെർട്ടെക്സുള്ള E എന്ന എഡ്ജുള്ള ഗ്രാഫ് ആണെങ്കിൽ ആ ഗ്രാഫിനകത്ത് E എന്ന് പറയുന്ന എഡ്ജിനൊരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ എഡ്ജ് എവിടെ നിന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? V1 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും V2 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ എഡ്ജിന്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ഈ സാധാരണ ഗ്രാഫിനകത്ത് ഓരോ എഡ്ജുകൾക്കും നമ്മൾ എന്ത് പൊസസ് ചെയ്യുകയാണെങ്കിൽ എന്ത് പൊസസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ പൊസസ് ചെയ്യുക. ഓരോ എഡ്ജുകൾക്കും നമ്മൾ ഡയറക്ഷൻ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ഗ്രാഫുകൾ എന്ന് വിളിക്കുന്നത് ഡയറക്റ്റഡ് ഗ്രാഫ് അഥവാ ഡൈഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഒരു ഡയറക്റ്റ് ഗ്രാഫിനെ സംബന്ധിച്ച് ഈ ഓരോ എഡ്ജിനകത്ത് നമ്മൾ എന്ത് കൊടുക്കും? ഒരു ഡയറക്ഷൻ കൊടുക്കും അല്ലെ. ആ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് എന്നതിന്റെ ബേസിസിൽ നമുക്ക് ആ ടെർമിനൽ വെർട്ടിസസ് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പേര് കൊടുക്കാം. അതായത് ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന ഈ ഒരു ഗ്രാഫ് V1 to V2, E1 എന്ന് പറയുന്ന ഗ്രാഫ് ഇതിന്റെ ഡയറക്ഷനിൽ ഇങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഗ്രാഫ് Gയെ സംബന്ധിച്ച് ഈ ഗ്രാഫിന്റെ ഓർഡർ 2 ആണ്. സൈസ് എത്രയാണ്? 1 ആയിട്ട് ഗ്രാഫ് എന്ത് വിളിക്കാം? നമുക്ക് ഡൈഗ്രാഫ്. ഗ്രാഫിനെക്കാട്ടും ഉപരി എന്ത് വിളിക്കാം? ഡൈഗ്രാഫ്, ഡയറക്റ്റ് ഗ്രാഫ് എന്ന് വിളിക്കാം. ഈ ഗ്രാഫിനെ സംബന്ധിച്ച് ഈ ഡയഗ്രാഫിന്റെ ഓർഡർ എത്രയാണ്? 2 ആണ്. സൈസ് എത്രയാണ്? 1 ആണ്. ഈ V1 എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ട്, V2 എന്നുള്ള വെർട്ടെക്സ് ഉണ്ട്. ഈ എഡ്ജ് E1 പ്രത്യേകത ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഈ ഗ്രാഫ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഡ്ജ് മൂവ് ചെയ്യുന്നത്? V2 നിന്നും V1ലേക്കാണ് എന്ത് മൂവ് ചെയ്യുന്നത്? ഈ എഡ്ജിന്റെ മൂവ്മെന്റ് നടക്കുന്നത് അല്ലെ. എവിടെ നിന്ന് ഈ എഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നതോടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം V2 നിന്നാണ് ഈ എഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത്, V1ലേക്കാണ് ഈ എഡ്ജ് എന്ത് ചെയ്യുന്നത്? വന്ന് എൻഡ് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന വെർട്ടെക്സ് V2 എനിക്ക് എന്ത് വിളിക്കാം? സോഴ്സ് വെർട്ടെക്സ് എന്ന് വിളിക്കാം, അഥവാ ഇനീഷ്യൽ വെർട്ടെക്സ് എന്ന് വിളിക്കാം. അതായത് ഈ ഡയറക്റ്റ് ഗ്രാഫിനെ സംബന്ധിച്ച് ഈ എഡ്ജ് ഏത് വെർട്ടെക്സിൽ നിന്നാണോ ഈ എഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വെർട്ടെക്സ് ഞാൻ സോഴ്സ് വെർട്ടെക്സ് അഥവാ ഇനിഷ്യൽ വെർട്ടെക്സ് എന്ന് വിളിക്കും. ആൻഡ് ഏത് വെർട്ടെക്സിലേക്കാണോ ഈ എഡ്ജ് വന്നു ചേരുന്നത് ആ വെർട്ടെക്സിനെ ഞാൻ സിങ്ക് വെർട്ടെക്സ് ഓർ ടെർമിനൽ വെർട്ടെക്സ് എന്ന് വിളിക്കും. എന്താണ് പറഞ്ഞത്? ഒരു ഡയഗ്രാഫിനെ സംബന്ധിച്ച് ആ ഡയഗ്രാഫിന്റെ ഓരോ എഡ്ജിനും ഡയറക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം? ആ എഡ്ജിന്റെ ടെർമിനൽ വെർട്ടിസസ് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഡിസ്റ്റിങ്ക്ട് നെയിംസ് നമുക്ക് അലോട്ട് ചെയ്യാം. ഏത് വെർട്ടെക്സിൽ നിന്നാണോ ആ എഡ്ജ് പുറപ്പെടുന്നത് ആ വെർട്ടെക്സിനെ നമുക്ക് സോഴ്സ് വെർട്ടെക്സ് അഥവാ ഇനിഷ്യൽ വെർട്ടെക്സ് എന്ന് വിളിക്കാം. ഏത് വെർട്ടെക്സിലേക്കാണോ ആ എഡ്ജ് വന്ന് എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നത് ആ വെർട്ടെക്സ് നമുക്ക് എന്ത് വിളിക്കാം? സിങ്ക് വെർട്ടെക്സ് അഥവാ ടെർമിനൽ വെർട്ടെക്സ് എന്ന് വിളിക്കാം. സോ നെക്സ്റ്റ് വൺ ഈസ് ഡയഗ്രാം എന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻ ഡിഗ്രി ആൻഡ് ഔട്ട് ഡിഗ്രി. നമ്മുടെ ഗ്രാഫിനെ സംബന്ധിച്ച് ആ ഗ്രാഫിന്റെ ഡിഗ്രി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഒരു ഗ്രാഫിന്റെ ഡിഗ്രി എന്താ? ആ ഗ്രാഫിന്റെ ഓരോ വെർട്ടെക്സുകളിലും ഇൻസിഡന്റ് ചെയ്യുന്ന എഡ്ജുകളുടെ എണ്ണത്തെ നമ്മൾ വിളിക്കുന്നത് ആ ഗ്രാഫിന്റെ ഓരോ വെർട്ടെക്സുകളുടെ ഡിഗ്രി എന്ന് നമ്മൾ വിളിക്കുന്നു അല്ലെ. ഗ്രാഫിൽ എന്തുള്ളത്? ഡിഗ്രി ഉള്ളത്. എന്താ ഉള്ളത്? ആ ഓരോ വെർട്ടെക്സുകൾക്കും എന്തുള്ളത്? ഡിഗ്രി ഉള്ളത്. അപ്പോൾ ആ ഗ്രാഫിലെ ഓരോ വെർട്ടെക്സുകളിലേക്കും വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ആ എഡ്ജുകളുടെ എണ്ണമാണ് എന്ന് പറയുന്നത് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞ് മാത്രം എടുക്കുമ്പോൾ അതിൽ എന്തില്ല? ഡയറക്ഷൻ ഇല്ല അല്ലെ. ചിലപ്പോൾ ആ ഒരു എഡ്ജിനെ സംബന്ധിച്ച് സാധാരണ ഞാൻ ഗ്രാഫാണ് വരയ്ക്കുന്നതെങ്കിൽ
ഈ എന്ന് പറയുന്നത് എഡ്ജ് മാത്രം എടുക്കുന്നെങ്കിൽ ഈ എഡ്ജിനെ സംബന്ധിച്ച് ഈ എഡ്ജ് എന്ന് പറയുന്നത് V1 നിന്ന് V2ലേക്ക് വേണമെങ്കിൽ പോകാണെങ്കിൽ V2 നിന്ന് V1ലേക്ക് പോവാം. ചിലപ്പം ഈ എഡ്ജിൽ എന്തില്ല, ഡയറക്ഷൻ ഇല്ലാത്തതോളം കാലം ഈ V1 എന്ന് പറയുന്ന വെർട്ടെക്സിലും V2 എന്ന് പറയുന്ന വെർട്ടെക്സിലും ഒരുപോലെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ഒരു എഡ്ജാണ് എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന എഡ്ജ് എന്ന് പറയുന്നത്. അതേസമയം ഒരു ഡയറക്റ്റഡ് ഗ്രാഫിൽ വരുന്ന ഡയറക്റ്റഡ് ഗ്രാഫാണ് വരയ്ക്കുന്നതെങ്കിൽ ഒരു ആ എഡ്ജിന് എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ഓരോ എഡ്ജിന് എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ഡിഗ്രി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇൻ ഡിഗ്രി എന്ന് വിളിക്കാം, ഔട്ട് ഡിഗ്രി എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഗ്രാഫിനെ സംബന്ധിച്ച് ഈ ഗ്രാഫ് എന്താക്കി മാറ്റി, ഡയഗ്രാഫ് ആക്കി മാറ്റിയപ്പോൾ ഈ ഗ്രാഫിനെ സംബന്ധിച്ച് ഈ V1 എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ പുറത്തേക്കാണ് എന്ത് പോകുന്നത്, ഈ എഡ്ജ് പോകുന്നു അല്ലെ. അതായത് V1 എന്ന് പറയുന്ന ഈ സോഴ്സ് വെർട്ടെക്സിൽ നിന്ന് എന്തായിട്ട് പോവാണ്, ഔട്ട്സൈഡ് ആണ് ഈ എഡ്ജിന്റെ ഡയറക്ഷൻ, അവിടെ നിന്ന് പുറത്തേക്ക് പോവുക. Therefore ഈ V1 എന്ന് പറയുന്ന എഡ്ജിനെ സംബന്ധിച്ച് V1 എന്ന വെർട്ടെക്സിനെ സംബന്ധിച്ച് ഈ എഡ്ജ് എന്താണ്, ഈ എഡ്ജിന്റെ ഇൻസിഡൻസ് എന്താണ്, ഔട്ടാണ് അല്ലെ. Therefore ഈ E എന്ന് പറയുന്ന ഈ എഡ്ജിന്റെ എണ്ണം നമ്മൾ എടുക്കുമ്പോൾ ഏതായിട്ട് കൂട്ടും, ഔട്ട് ഡിഗ്രി ആയിട്ട് കൂട്ടും. That is, ഈ ഗ്രാഫിൽ നിന്നും ഡയറക്റ്റഡ് ഗ്രാഫിലേക്ക് മാറുമ്പോൾ ഡിഗ്രി നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഇൻ ഡിഗ്രി ഉണ്ട്, ഔട്ട് ഡിഗ്രി ഉണ്ട്. ആ തന്നിരിക്കുന്ന വെർട്ടെക്സിനെ സംബന്ധിച്ച് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻസിഡന്റ് ആയിട്ടുള്ള ആ എഡ്ജ് ഒരു മിനിറ്റ് വേണ്ടി ഡയഗ്രാമിൽ നമ്മൾ പറഞ്ഞു. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഇൻ ഡിഗ്രി ആൻഡ് ഔട്ട് ഡിഗ്രിയുടെ കേസാണ്. നമ്മൾ ഗ്രാഫിനെ പറ്റി സ്പെസിഫൈ ചെയ്തപ്പോൾ ഗ്രാഫിന് എന്തില്ലായിരുന്നു, ഗ്രാഫിന്റെ എഡ്ജുകൾക്ക് എന്തില്ലായിരുന്നു, ഡയറക്ഷൻ ഇല്ലായിരുന്നു അല്ലെ. അപ്പോൾ ഓരോ ഗ്രാഫിന്റെ ഓരോ എഡ്ജ്, ഒരു സിമ്പിൾ ഗ്രാഫിന് ഏതൊരു ഗ്രാഫിന്റെ എഡ്ജുകൾക്ക് ഡയറക്ഷൻ കൊടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന പുതിയ ഗ്രാഫാണെന്ന് പറയുന്നത് ഡയഗ്രാഫ് അഥവാ ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റഡ് ഗ്രാഫിനെ സംബന്ധിച്ച് ഡിഗ്രിക്ക് എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. സാധാരണ സിമ്പിൾ ഗ്രാഫിന്റെ കേസിൽ നമ്മൾ ഡിഗ്രി എന്നാണ് പറയുന്നതെങ്കിൽ ഈ ഡയഗ്രാഫിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഡിഗ്രി എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഇൻ ഡിഗ്രി ആൻഡ് ഔട്ട് ഡിഗ്രി. ഡിഗ്രി എന്തായിരുന്നു, ഒരു ഗ്രാഫിലെ ഓരോ വെർട്ടെക്സുകളിലേക്കും വന്ന ഇൻസിഡന്റ്, ഓരോ വെർട്ടെക്സിലും ഇൻസിഡന്റ് ചെയ്യുന്ന വെഡ്ജസിന്റെ എണ്ണമായിരുന്നു ഡിഗ്രി എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നമ്മൾ ഡയഗ്രാഫ് എടുക്കുവാണെങ്കിൽ ആ ഡയഗ്രാഫിനെ സംബന്ധിച്ച് എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട് അല്ലെ. ഡയറക്ഷന്റെ ബേസ് നമുക്ക് പറയാം, ഒരു വെർട്ടെക്സിൽ നിന്നും ആ ഒരു വെർട്ടെക്സിനെ സംബന്ധിച്ച് ആ വരുന്ന എഡ്ജ്, അതിൽ ഇൻസിഡന്റ് ചെയ്യുന്ന എഡ്ജ് അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എഡ്ജാണോ അതിലേക്ക് വന്നു ചേരുന്ന എഡ്ജാണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഗ്രാഫ് നോക്കാം. ഈ ഒരു ഗ്രാഫിനെ സംബന്ധിച്ച് ഈ എഡ്ജ് E1 എന്ന് പറയുന്ന ഈ എഡ്ജിന്റെ ഇനിഷ്യൽ വെർട്ടെക്സ് ആണ് ഇത്, സോഴ്സ് ആണ് ഇത് V1 ഉം ടെർമിനൽ വെർട്ടെക്സ് സിങ്ക് ആണ് ഇത് V2. ഈ V1 എന്ന് പറയുന്ന വെർട്ടെക്സിനെ സംബന്ധിച്ച് ഈ V1 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ഏത് എഡ്ജ് എന്ന് പറയുന്നത്, E1 എന്ന് പറയുന്ന എഡ്ജ്. അപ്പോൾ ഈ E1 എന്ന് പറയുന്ന എഡ്ജ് V1നെ സംബന്ധിച്ച് എന്ത് ചെയ്യാണ്, പുറത്തേക്ക് പോകുന്ന എഡ്ജാണ്. V2 എന്ന് പറയുന്ന വെർട്ടെക്സിനെ സംബന്ധിച്ച് E1 എന്ന സെയിം എഡ്ജ് എന്ത് ചെയ്യാണ്, അതിലേക്ക് അകത്തേക്ക് വരുന്ന എഡ്ജ്, ദാറ്റ് ഈസ് കമ്മിങ് ടുവേർഡ്സ് V2 അല്ലേ. Therefore നമുക്ക് പറയാം ഈ V1 എന്ന് പറയുന്ന ആ വെർട്ടെക്സിന്റെ ഡിഗ്രി നമുക്ക് രണ്ട് തരത്തിലും ഡിഫൈൻ ചെയ്യാം. The number of edges coming towards V1 അതിന് നമ്മൾ ഇൻ ഡിഗ്രി എന്ന് വിളിക്കും, ഇൻ ഡിഗ്രി ഓഫ് V1 എന്ന് വിളിക്കും. And the number of vertices, so the number of edges going out from the vertex is called out degree. അതായത് ഒരു വെർട്ടെക്സ് V ഉണ്ടെങ്കിൽ ആ വെർട്ടെക്സിലേക്ക് വന്നു ചേരുന്ന എഡ്ജുകളുടെ എണ്ണത്തിന് നമ്മൾ ഇൻ ഡിഗ്രി എന്ന് വിളിക്കും. ആ വെർട്ടെക്സിൽ നിന്നും പുറത്തേക്ക് പോകുന്ന എഡ്ജുകളുടെ എണ്ണം വിളിക്കും ഔട്ട് ഡിഗ്രി എന്ന് വിളിക്കും. അതായത് ഒരു ഗ്രാഫിൽ, ഒരു സിമ്പിൾ ഗ്രാഫിൽ നിന്ന് വ്യത്യസ്തമാണ് ഡയഗ്രാഫിൽ ഉണ്ടാകുന്ന മാറ്റം. ഗ്രാഫിനകത്ത് ഡയറക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്ത് മാത്രം ഇൻസിഡൻസ് എന്നുള്ള പ്രോസസ് മാത്രം നടക്കുന്നുണ്ട്. ഏതൊരു വെർട്ടെക്സ് ആണെങ്കിലും അതിനകത്ത് എന്ത് ചെയ്യുന്നു, കൂട്ടിമുട്ടുന്നത് ഇൻസിഡന്റ് ചെയ്യും അല്ലെ. ആ കൂട്ടിമുട്ടുന്ന പ്രക്രിയ മാത്രമേ നടക്കുന്നുള്ളൂ. അതേസമയം ഡയഗ്രാഫ് ആകുമ്പോഴത്തേക്കും ഉള്ള പ്രത്യേകത, ആ വെർട്ടെക്സിലേക്ക് വന്നു ചേരുന്ന ആ വെർട്ടെക്സിന്റെ ആ വീടിന്റെ വെർട്ടെക്സിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്ന എഡ്ജുകൾ ഉണ്ടാകാം, ആ വീട് പറഞ്ഞ വെർട്ടെക്സിന് പുറത്തേക്ക് പോകുന്ന എഡ്ജുകൾ ഉണ്ടാകും. അപ്പോൾ ആ രണ്ട് ടൈപ്പ് എഡ്ജുകളെ നമ്മൾ രണ്ട് ടൈപ്പ് ഡിഗ്രീസ് ആണ് നമ്മൾ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ആ എത്ര എഡ്ജുകളാണോ ആ V എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് വന്നു ചേരുന്നത് ആ എഡ്ജുകൾ രണ്ട് നമ്മൾ എന്ന് വിളിക്കും, ഇൻ ഡിഗ്രി എന്ന് വിളിക്കും. ആ എത്ര എഡ്ജുകളാണോ V എന്ന് പറയുന്ന എഡ്ജിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ആ ഡിഗ്രി നമ്മൾ എന്ന് വിളിക്കും, ആ രണ്ട് നമ്മൾ എന്ന് വിളിക്കും ഔട്ട് ഡിഗ്രി ഓഫ് ദ വെർട്ടെക്സ് എന്ന് വിളിക്കും.
Therefore, ഈ V1 എന്ന് പറയുന്ന വെർട്ടെക്സിനെ സംബന്ധിച്ച് in degree of V1 is equal to എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, V1ലേക്ക് വന്നു ചേരുന്ന എഡ്ജുകളുടെ എണ്ണം അതാണ് എന്ന് പറയുന്നത് ഇൻ ഡിഗ്രി ഓഫ് V1 എന്ന് പറയുന്നത്. ഈ ഗ്രാഫിനെ സംബന്ധിച്ച് എന്തില്ല, V1ലേക്ക് വരുന്ന എഡ്ജുകളൊന്നും തന്നെ ഇല്ല. Therefore, in degree of V1 is 0. Next one is in degree of V2. V2 എന്ന് പറയുന്ന എഡ്ജിനെ സംബന്ധിച്ച് വെർട്ടെക്സിനെ സംബന്ധിച്ച് ആ V2 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് വന്നു ചേരുന്ന എത്ര എഡ്ജസ് ഉണ്ട്, ഒരു എഡ്ജ് ഉണ്ട്. Therefore, then in degree of V2 is 1. Again, in degree of V3 എന്ന് പറയുന്ന എഡ്ജ് വെർട്ടെക്സിലേക്ക് വന്നു ചേരുന്ന എഡ്ജുകളുടെ എണ്ണം എത്ര ഉണ്ട്, ഒരെണ്ണം. Therefore, in degree of V3 is 1. Similarly, in degree of V4 എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ പ്രത്യേകത എന്നത് ഒരു ഐസോലേറ്റഡ് വെർട്ടെക്സ് ആണ് അല്ലേ. Therefore, ഈ ഐസോലേറ്റഡ് വെർട്ടെക്സിലേക്ക് നമുക്ക് എന്ത് വരുന്നില്ല, ഒരു എഡ്ജുകളും വന്നു ചേരുന്നുമില്ല, പുറത്തേക്ക് പോകുന്നുമില്ല. Therefore, in degree of the vertex V4 is 0. Again, in degree of the vertex V5 എന്ന് പറയുന്ന വെർട്ടെക്സ് സംബന്ധിച്ച് ആ വെർട്ടെക്സിലേക്ക് എത്ര എഡ്ജസ് വരുന്നുണ്ട്, ഈ 3 എന്ന് പറയുന്ന എഡ്ജ് ആ V5ലേക്ക് പോയിന്റ് ചെയ്യും. Therefore, in degree is 1. Again, in degree of the vertex V6 is also V6 is 0. എന്ത് വരുന്നില്ല, V6 എഡ്ജിലേക്ക് എന്ത് വരുന്നില്ല, എഡ്ജുകളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ V1 എന്ന് പറയും V1 മുതൽ V6 വരെയുള്ള വെർട്ടെക്സുകളുടെ ഇൻ ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്തുകൊണ്ട് ഔട്ട് ഡിഗ്രി, ഓരോ വെർട്ടെക്സുകളിൽ നിന്നും പുറത്തേക്ക് പോയ എഡ്ജുകളുടെ എണ്ണം നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഔട്ട് ഡിഗ്രി എന്ന് വിളിക്കും. അപ്പോൾ V1 എന്ന് പറയുന്ന വെർട്ടെക്സിനെ സംബന്ധിച്ച് V1 നിന്ന് പുറത്തേക്ക് പോയ എഡ്ജുകൾ എത്ര ഉണ്ട്, ഒരെണ്ണം. That is E1 is equal to 1. Similarly, out degree of V2ന്റെ പുറത്തേക്ക് പോകുന്ന എഡ്ജുകൾ എത്ര ഉണ്ട്, ഒരെണ്ണം. Therefore, out degree of V2 is 1. Again, out degree of V3യിൽ നിന്നും ഏതെങ്കിലും എഡ്ജ് പുറത്തേക്ക് പോകുന്നുണ്ടോ, ഇല്ലല്ലോ. Therefore, out degree of V3 is equal to 0. Out degree of V4 ഐസോലേറ്റഡ് വെർട്ടെക്സ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഇൻ ഡിഗ്രിയും 0 ആയിരിക്കും, ഔട്ട് ഡിഗ്രിയേ ഇല്ലത്, ഡിഗ്രി ഈസ് ഓൾവേസ് 0. Again, out degree of V5 എന്ന വെർട്ടെക്സിൽ നിന്നും ഒരു എഡ്ജുകൾ എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല. Therefore, out degree is 0. Again, out degree of V6 is equal to 1. So, എന്താണ് ഒരു ഡയഗ്രാഫിന്റെ ഇൻ ഡിഗ്രി ആൻഡ് ഔട്ട് ഡിഗ്രി എന്ന് പറഞ്ഞാൽ, ഒരു ഡയഗ്രാഫിനെ സംബന്ധിച്ച് ഒരു ഡയഗ്രാഫിന്റെ ഓരോ വെർട്ടെക്സുകളിലേക്കും വന്നു ചേരുന്ന എഡ്ജുകളുടെ എണ്ണത്തെ നമ്മൾ എന്ന് വിളിക്കും, അത് ആ വെർട്ടെക്സിന്റെ ഇൻ ഡിഗ്രി എന്ന് വിളിക്കും. ആ ഓരോ വെർട്ടെക്സുകളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എഡ്ജുകളുടെ എണ്ണം, പുറത്തേക്കാണ് ആ ഓരോ വെർട്ടെക്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഡയറക്ഷനിലാണ് എന്തെടുത്തത്, ആ എഡ്ജിന്റെ ഡയറക്ഷനിലേക്ക് ആ ടൈപ്പ് അല്ലെങ്കിൽ ആ എഡ്ജുകളുടെ എണ്ണത്തെ നമ്മൾ എന്ന് വിളിക്കും, ഔട്ട് ഡിഗ്രി ഓഫ് വെർട്ടെക്സ് എന്ന് വിളിക്കും. സോ അതാണ് ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് എ ഗ്രാഫ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ, ഈ ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും ഓരോ വെർട്ടെക്സ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഇത് നോക്കി, ഈ ഓരോ വെർട്ടെക്സുകളുടെയും ഇൻ ഡിഗ്രി ഔട്ട് ഡിഗ്രി കൊണ്ടൊന്ന് കൂട്ടി നോക്കാം. ദാറ്റ് ഈസ് ഇൻ ഡിഗ്രി ഓഫ് V1 is 0 പ്ലസ് ഔട്ട് ഡിഗ്രി ഓഫ് V1 1. 0 പ്ലസ് 1 എത്ര വരും, 1 അല്ലേ. ഈ 0 പ്ലസ് 1 കിട്ടിയ ആ വാല്യൂ, ഈ 1 എന്ന് പറയുന്ന ആ വാല്യൂ എന്താണ്, ഇതൊരു ഡയഗ്രാഫ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിനെ സംബന്ധിച്ച് V1 എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ എന്താണ് ഡിഗ്രി ആണെന്ന് പറയുന്നത് 1 ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടും. ടോട്ടൽ ഡിഗ്രി, അതായത് ഇൻ ഡിഗ്രി നിന്ന് ഔട്ട് ഡിഗ്രി നിന്ന് വേർതിരിക്കാതെ ഈ V1 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് ഇൻസിഡന്റ് ചെയ്ത എന്തിന്റെ എണ്ണം, എഡ്ജുകളുടെ എണ്ണമാണ് എന്തായിട്ട് വരുന്നത്, ഈ ഇൻ ഡിഗ്രിയുടെയും ഔട്ട് ഡിഗ്രിയുടെയും സം ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, in degree of V2 is 1 and out degree of V2 is 1. That is 1 plus 1 is 2. ഈ 2 എന്ന് പറയുന്ന സംഖ്യ എന്ത് സൂചിപ്പിക്കുന്നു, ഇൻ ഡിഗ്രി ഓഫ് ദി വെർട്ടെക്സ് പ്ലസ് ഔട്ട് ഡിഗ്രി ഓഫ് ദി വെർട്ടെക്സ്. അതായത് ആ വെർട്ടെക്സ് V2 എന്ന വെർട്ടെക്സിലേക്ക് വന്നു ചേർന്ന എഡ്ജുകളുടെ എണ്ണവും ഈ V2 എന്ന വെർട്ടെക്സിൽ നിന്ന് പുറത്തേക്ക് പോയ എഡ്ജുകളുടെ എണ്ണവും അതിനോട് കൂട്ടരുത് അല്ലേ. അപ്പൊ അതായത് ആ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്തിനെ സൂചിപ്പിക്കുന്നു, ഈ V2 എന്ന വെർട്ടെക്സ് ഇൻസിഡന്റ് ചെയ്ത എഡ്ജുകളുടെ എണ്ണം സൂചിപ്പിക്കും. ദാറ്റ് ഈസ് ദ ഡിഗ്രി, ടോട്ടൽ ഡിഗ്രി ഓഫ് ദ വെർട്ടെക്സ് V2 ഈസ് എത്ര നമുക്ക് പറയാം, 2 എന്ന് പറയാം. Similarly, in degree of the vertex V3 is 1 and that of out degree of the vertex V3 is 0. Therefore, total degree of the vertex V3 is
1 plus 0 is equal to 1. Therefore, നമുക്ക് പറയാം the total degree or degree of the vertex v is equal to in degree of v plus out degree of v എന്ന് പറയുന്നത് നമുക്ക് പറയാം.